യോ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും ആനിമി പ്ലാൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ ടു ബ്ലൂ ടെക്സ് മാഗയുടെ ചാപ്റ്റർ 9 ആണ്. എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ ഇതിനു മുന്നേയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്ന് കണ്ടിട്ട് വരേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സോ കഴിഞ്ഞ ചാപ്റ്റർ, അതായത് 8th ചാപ്റ്ററിന്റെ എൻഡില് നറൂട്ടോ തേടി ലീഫ് വില്ലേജിലേക്ക് വന്ന ജൂറ ആൻഡ് ഹിഡാരി ആദ്യമേ കുറച്ച് ലീഫ് ഷിനോബീസ് എല്ലാം കണ്ടുമുട്ടുകയും അവർ ഇവരെ തടഞ്ഞപ്പോൾ ജൂറ തന്റെ വുഡ് റിലീസ് യൂസ് ചെയ്തുകൊണ്ട് അവരെല്ലാം കൊല്ലുകയും പിന്നീട് അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നു പോകെ ഒരു ബുക്ക് ഷോപ്പിനെ കണ്ട ജൂറ അതിലേക്ക് കയറി ചെല്ലുകയും അതേസമയം തന്നെ വെളിയിൽ നിന്നുകൊണ്ടിരുന്ന ഹിഡാരിയെ ആണെങ്കിൽ കവാക്കി വന്ന് അറ്റാക്ക് ചെയ്യുകയും ഇതുകൊണ്ട് ജൂറ കവാക്കിയെ തിരികെ തന്റെ വുഡ് സ്റ്റൈൽ ഉപയോഗിച്ച് ടാപ്പ് ചെയ്യുകയും അതേ കവാക്കി തന്റെ സുഖനാഹിക്കുനോ യൂസ് ചെയ്ത് എസ്കേപ്പ് ചെയ്ത് കർമ്മയെ ആക്ടിവേറ്റ് ചെയ്ത് തിരികെ ജൂറ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ അറ്റാക്സിനെല്ലാം ഈസിലി ഡോട്ട് ചെയ്തുകൊണ്ട് ജൂറ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കവാക്കി അടിച്ച് ദൂരേക്ക് ശ്രമിക്കും. ആൻഡ് അതിനുശേഷം ജൂറ ആണെങ്കിൽ നറൂട്ടോ ഉസ്മാക്കയുടെ ഉള്ളിലുള്ള ചൈൽഡ് ബീസ്റ്റിന് ചക്ര സെൻസ് ചെയ്യുകയും അവൻ ഇവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി ആ ചക്രയെ ക്യാച്ചപ്പ് ചെയ്ത് വന്നതും ജൂറ ആൻഡ് ഹിഡാരി എത്തിപ്പെടുന്നത് ടീം 10 ആൻഡ് ഹിമാവാരിയുടെ പക്കലേക്കാണ്. ആൻഡ് ഇങ്ങനെ ഇവിടെ എത്തിയതിനു ശേഷം അവരുടെ മുന്നിൽ നിൽക്കുന്ന പിള്ളേരെ കണ്ട് ഹിഡാരി ആണെങ്കിൽ ജൂറയോട് ഇവരിൽ ആരാണ് നറൂട്ടോ ഉസ്മാക്കി എന്ന് ചോദിക്കുക. ഹിമാവാരിയെ തന്നെ നോക്കി നിൽക്കുന്ന ജൂറ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പറയുന്നതിലൂടെയാണ് 8th ചാപ്റ്റർ എൻഡ് ആയത്. ദെൻ അങ്ങനെയാണെങ്കിൽ 9th ചാപ്റ്റർ സ്റ്റാർട്ട് ആകുന്നത് വന്ന് ടീം 10ന്റെ പക്കലെത്തി ഹിമാവാരിയെ നോക്കി നിൽക്കുന്ന ജൂറയെ കാണിച്ചുകൊണ്ടാണ്. ഇവിടെ ജൂറ എന്ന് പറയും, ഞാൻ വിചാരിച്ചത് നമ്മൾ നറൂട്ടോ ഉസ്മാക്കിയാണ് ചേസ് ചെയ്ത് വന്നതെന്ന്, പക്ഷേ ആശ്ചര്യം എന്താണെന്ന് നോക്കൂ, നമ്മൾ ഈ ചെറിയ പെൺകുട്ടിയാണ് കണ്ടുപിടിച്ചെന്ന് പറയും. അന്നേരം ഇത് കേട്ടിട്ട് ഷിക്കാഡായി സെൻസറി യൂണിറ്റിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇത് ടീം 10ലെ ഷിക്കാഡായാണ്, ഞങ്ങൾ ഇപ്പോൾ വന്ന 2 ട്രസ് പാസേഴ്സിന്റെ മുന്നിൽ നിൽക്കുകയാണ്, എന്നാൽ ഇവരുടെ കൂടെ മാസ്റ്റർ സാസ്കി ഇല്ല, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബാക്കപ്പ് ആവശ്യമാണെന്ന് റിക്വസ്റ്റ് ചെയ്യും. സോ അന്നേരം ഇതെല്ലാം കേട്ട ജൂറ എന്താണെന്ന് ഷിക്കഡായി നോക്കി ഷിക്കഡായി ജൂറയോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വന്നത്, നിങ്ങൾ എന്തെങ്കിലും തേടി വന്നതാണെന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്ന് ജൂറ സഡൻ ആയിട്ട് ഒരു ബുക്ക് എടുക്കും. അപ്പോൾ അതെല്ലാം കണ്ട് ടീം 10 ഹിമാവരിയും അലർട്ടായി നിൽക്കേ ഈ ബുക്കിനെടുത്ത് ജൂറ ഒന്ന് വായിച്ചുകൊണ്ട് നീ വന്ന് കാസമത്സുരി മൊയ്കിയുടെ ടീം 10ലെ ഷിക്കഡായി ആരെയാണ്, ആൻഡ് നീ വന്ന് ഇപ്പോഴത്തെ ഹൊക്കാഗയുടെ മകനാണെന്ന് പറയും. അപ്പോൾ അത് കേട്ടതും ഷിക്കഡായി അവനെ നോക്കിക്കൊണ്ട് അതെ നിനക്കെന്താണ് വേണ്ടതെന്ന് പറഞ്ഞ് എന്റെ അച്ഛന് തരാൻ വല്ലോ മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനൊന്ന് ജൂറ ആക്ച്വലി എനിക്ക് വേണ്ടത് ഇതിന് മുൻപുള്ള ഹൊക്കാഗയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ വന്നത് നറൂട്ടോ ഉസ്മാക്കിയുടെ ചക്രയെ ഫോളോ ചെയ്തായിരുന്നു, സോ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ആശ്ചര്യപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് പറയും. ആൻഡ് അതിനൊന്ന് ഇനോജിൻ, പക്ഷേ 7th ഹൊക്കാഗെ ഇവിടെ ഉണ്ടാകുവാൻ ഒരു വഴിയുമില്ല, കാരണം 3 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വന്നെന്ന് പറയുമ്പോൾ സഡനായി ഇനോജിനെ തടുത്തുകൊണ്ട് ഷിക്കഡായി ഹേയ് അതൊന്നും ഇവർ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അന്നേരം ഇതെല്ലാം കേട്ട ജൂറ ഓ അങ്ങനെയാണോ, വെൽ അവൻ ഇവിടെ ഈ വില്ലേജിൽ എവിടെ തന്നെ ഇല്ലാന്ന് മനസ്സിലായി, കാരണം 9 ചക്ര വന്ന് ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്നുമാണ് വരുന്നതെന്ന് പറയും. അപ്പോൾ അതെല്ലാം കേട്ട ടീം 10 ആൻഡ് ഹിമാവാരി എന്താണ് ഇവൻ പറയുന്നതെന്ന് ജൂറയെ നോക്കി ചിന്തിച്ച് ഇനോജിൻ ആണെങ്കിൽ 9 എന്ന് പറയും ചോച്ചോ ഇവൻ എന്തിനെ പറ്റിയാണ് പറയുന്നത്, പ്ലസ് ഇവനെ കണ്ടാൽ തന്നെ ഒരു വില്ലനാണെന്ന് മനസ്സിലാകുമെന്ന് പറയും. ഇവിടെ ഷിക്കഡായി ജൂറയോട് ഹേയ് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറ, എന്താണ് 9 ഹിമാവാരിയായിട്ട് വേണ്ടതെന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്ന് ജൂറ എനിക്കും അതറിയില്ല, ശരിക്കും ഈ ലോകം വന്ന് ഞാൻ ചിന്തിച്ചതിലും കഠിനമാണ്, ഒരു ചോദ്യത്തിന് ഉത്തരം തേടി വന്നപ്പോൾ വേറൊരു ചോദ്യം വന്നിരിക്കുകയാണ്, എന്നിരുന്നാലും ഇതും എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ തന്നെ ജൂറ ഫുഡ് സ്റ്റൈലിനെ യൂസ് ചെയ്ത് ഹിമാവാരിയെ ട്രാപ്പ് ചെയ്യേ, അതുകൊണ്ട് ഇനോജിൻ ഹിമാവാരി എന്ന് വിളിക്കേ. അതേസമയം ഷിക്കഡായി ആണെങ്കിൽ തന്റെ ഷാഡോ പാരാലിസിസ് ജുട്സുനെ യൂസ് ചെയ്ത് ഹിമാവാരിയെ ട്രാപ്പ് ചെയ്യുന്നതിൽ നിന്നും തടയേ ഇനോജിൻ തന്റെ കാർട്ടൂൺ ബീസ്റ്റ് മിമിക്രി യൂസ് ചെയ്ത് ട്രാപ്പിൽ നിന്നും ഹിമാവാരി ഉള്ളിലേക്ക് എടുക്കേ ചോച്ചോ ഒന്ന് സേഫായി അവളെ പിടികൂടും. നേരം ഇതെല്ലാം കണ്ട ജൂറ ഇത് തികച്ചും കൊള്ളാം, ഒരൊറ്റ വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ട് പറയാതെ കറക്റ്റായി നിങ്ങൾ ഈ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു, സോ അതുകൊണ്ട് നിങ്ങളുടെ ടീം വർക്കിനെ കണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വാണിംഗ് നൽകുകയാണ്, എന്റെ ഇന്നത്തെ ഒരേ ഒരു ടാർഗറ്റ് എന്നത് ഹിമാവാരി ഉസ്മാക്കിയാണ്, ഞങ്ങൾക്ക് നിങ്ങളുമായി ഏറ്റുമുട്ടാൻ താല്പര്യമില്ല ടീം 10, പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ച് ഞങ്ങൾക്കും അറ്റാക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ട ഷിക്കഡായി എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കേ സഡനായി അങ്ങോട്ടാരോ ഷിക്കഡായി എന്ന് വിളിക്കും. ആൻഡ് അത് കേട്ട ഷിക്കഡായി ഡാഡ് എന്ന് പറയാൻ മറുവശത്ത് നമ്മുടെ ഷിക്കമാരുവാണെങ്കിൽ ഷിക്കഡായോട് ചോദിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ റിപ്പോർട്ട് ചെയ്യുവാനെന്ന്. ആൻഡ് അതിനൊന്ന് ഷിക്കഡായി നമ്മുടെ എനിമിയുടെ ടാർഗറ്റ് എന്നത് ഹിമാവാരിയാണ്, പക്ഷേ അതിന് പിന്നിലുള്ള റീസൺ എന്താണെന്ന് അറിയില്ല, എന്നാൽ ഇത് 9 റിലേറ്റഡ് ആണെന്ന് പറയേ. ഇത് കേട്ട ഷിക്കമാരു എന്തെന്ന് ചോദിക്കും. ഇവിടെ ഹിമാവാരി ആണെങ്കിൽ ജൂറയെ നോക്കി ജൂറ വന്ന് ഹിമാവാരി തന്നെ നോക്കി നിൽക്കുവാണ്. നമ്മുടെ ഹിമാവാരി ചിന്തിക്കും എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എന്തിനാണ് ഇവൻ എന്നെ വേണ്ടെന്ന് ചിന്തിക്കേ. ഈ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്റെ റൂമിൽ ഇരുന്നുകൊണ്ട് അടി വാങ്ങിച്ച് ബോധം കെട്ടി കിടക്കുന്ന കവാക്കി നോക്കി എന്താണിത് ആരാണ് ഇവന്ന് അവാടോ പറയേ. ഈ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബൊറൂട്ടോയെ കാണിക്കുവാണ്. ഇവിടെ ബൊറൂട്ടോ എന്നാണെങ്കിൽ നീല കളറിലെ എന്തോ ഒരു സാധനം കൈക്കുള്ളിൽ വെച്ച് അതിനെ നോക്കി ബൊറൂട്ടോയുടെ അരികിൽ നിൽക്കുന്ന കോജിക്കാശിൻ ബൊറൂട്ടോ അവർ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേ. മറുവശത്ത് കോജിക്കാശിനെ അയച്ച ഒരു ടോട് ജൂറയുടെ അറ്റാക്കാരനെ ചത്തടക്കുന്ന ഷിനോബിസിനെല്ലാം നോക്കുന്ന പോലെ കാണിക്കുവാണ്. ഇവിടെ വന്ന് നമ്മുടെ ബൊറൂട്ടോ കോജിക്കാശിനോട് ചോദിക്കും എവിടെ കൊനഹേലോ എന്ന്. ആൻഡ് അതിന് കോജിക്കാശിൻ അതേന്ന് പറയേ. ഇത് കേട്ടതും ബൊറൂട്ടോ അടുത്ത സെക്കൻഡിൽ തന്നെ തന്റെ ഫ്ലൈയിങ് റെജനെ യൂസ് ചെയ്യുന്നത് പോലെ കാണിക്കുമ്പോൾ ഈ ഒരു സീനെ കട്ട് ചെയ്തുകൊണ്ട് ഷിക്കഡായുടെ പക്കലേക്ക് വരുവാണ്. ഇവിടെ ഷിക്കഡായി ജൂറയോട് നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നീ പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നറൂട്ടോ ഉസ്മാക്കി തേടിയാണല്ലേ എന്ന്. അപ്പോൾ ഇത് കേട്ട ജൂറ ഷിക്കഡായി ഒന്ന് നോക്കി മറുവശത്ത് ഇതേ സമയം ഷിക്കമാരുവിനെ കാണിക്കേ, പക്ഷെ നീ ഇപ്പോൾ എന്തിനാണ് ഹിമാവാരിയാണ് വേണ്ടതെന്ന് പറയുന്നത്, അതെന്താണെന്ന് ചോദിക്കും. ആൻഡ് അതിന് വന്ന് ജൂറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് 9 ചക്രയെ ഫോളോ ചെയ്താണ് വന്നത്, ആൻഡ് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ 9 ചക്ര സിഗ്നേച്ചറിനെ സെൻസ് ചെയ്തത് ഹിമാവാരി ഉസ്മാക്കിയുടെ ഉള്ളിലാണെന്ന് പറയും. ആൻഡ് അത് കേട്ടതും ഷിക്കഡായി എന്താണിത് 9 അതും ഹിമാവാരിക്കുള്ളിലോ, ഞാൻ വിചാരിച്ചത് 9 ചത്തുപോയതാണല്ലോ എന്ന് ചിന്തിക്കും. ഇവിടെ ഹിമാവാരി പറയും 9 ചക്കരയോ എന്നൊക്കെ. ആൻഡ് അത് കേട്ടതും ചോച്ചോ ഹിമാനി റിലാക്സ് ആകും, ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം, ഒരിക്കലും തന്നെ ഈ വൃത്തികെട്ടവൻ നിന്റെ തേടിയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിന് വന്ന് ജൂറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളും അത്ഭുതപ്പെട്ടാണ് നിൽക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ആൻഡ് അത് വന്ന് എനിക്ക് ഇതിനെ കഴിക്കുമ്പോൾ മനസ്സിലാകും ഹിമാവാരി ഉസ്മാക്കി എന്ന് പറയും. അപ്പോൾ അതിന് വന്ന് കഴിക്കുമ്പോഴോ ഒന്ന് ഷിക്കഡായി ചോദിക്കും മുന്നോട്ട് നടന്നോട് ജൂറ ഞാൻ നിങ്ങൾക്ക് വാണിംഗ് നൽകിയതാണ് ഈന ഷിക്കാച്ചോ എന്ന് പറയും. അന്നേരം ഇതേ സമയം വേഗം തന്നെ പോകൂ, അവർ ഇപ്പോഴുള്ള ലൊക്കേഷൻ സെക്ടർ ഡി നോർത്ത് വെസ്റ്റ് ആണ്, ടീം 10 അവരുമായി ഏറ്റുമുട്ടാൻ പോകുവാണെന്ന് പറയേ. ഷിക്കമാരു
ഷിക്കമാറിന്റെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും. ഷിക്കമാറിന്റെ ആരാ, ഞാൻ നിന്റെ പിന്നിലാണുള്ളത്, പക്ഷെ നീ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ് എന്നെ ഈനോ യമാനയ്ക്കുമായിട്ട് ലിങ്കപ്പ് ചെയ്യൂ. ബൊറൂട്ടോ ലീഫ് വില്ലേജിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയും. അന്നേരം അപ്പോൾ ഈ ഒരു സീനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കവാക്കിയുടെ പക്കലേക്ക് വരുമ്പോൾ ജൂറയുടെ അടി കൊണ്ട് ബോധം നഷ്ടമായ കവാക്കി തിരികെ എണ്ണിക്കുകയും കവാക്കി എണ്ണിക്കുന്ന ഡെൽറ്റ, നീ അവസാനം എണ്ണിറ്റല്ലോ, എന്നെ വെറുതെ ടെൻഷൻ അടിക്കി വെച്ചു, നീ വല്ലതും ചത്തുപോയെങ്കിൽ ഞാൻ എങ്ങനെ ഏഴയുടെ മുന്നിൽ നിൽക്കുമെന്ന് ചോദിക്കും. കവാക്കിയാണെങ്കിൽ ചിലക്കുന്നൊന്നും നിർത്തേണ്ട ചെവി വേദനിക്കുന്നു, ഡാമേജ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളി ഹീലായെന്ന് പറയും. ആൻഡ് അതിന് ഡെൽറ്റ, നിനക്ക് നിയർ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള റിജനറേറ്റീവ് അബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെയെല്ലാം താന്നോന്നിനും കാണിക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം എന്തോന്ന് സെൻസ് ചെയ്ത് കവാക്കി അങ്ങനെ നോക്കി അവനെ നോക്കി ഡെൽറ്റ, അവരെല്ലാം സെക്ടർ ഡീലാണുള്ളത്, വരും അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ അതിനൊന്ന് കവാക്കി, നിൽക്ക്, നമുക്ക് ക്ഷണിക്കപ്പെടാത്ത വേറൊരു അതിഥി വന്നിട്ടുണ്ടെന്ന് പറയും. സഡനായി ഈ ഒരു സീനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ലീഫ് വില്ലേജിലേക്ക് എത്തിയ ബൊറൂട്ടോയെ കാണിക്കുവാണ്. ഇവിടെ ബൊറൂട്ടോ ഫ്ലൈങ് റേഞ്ചിന്റെ സഹായത്തോടെ നേരത്തെ കാണിച്ച ടോഡിന്റെ മുന്നിൽ ടെലിപ്പോർട്ട് ചെയ്തെത്തുകയും മുക്കൂത്തൻ ജുട്സു ദാറ്റ് ഈസ് ഉട്ട്ചെയിനെ കണ്ടുകൊണ്ട് ബൊറൂട്ടോ ഇതിൽ ഒരു സംശയവുമില്ല, ഇത് അവർ തന്നെയാണെന്ന് പറയും. ആൻഡ് അന്നേരം അങ്ങോട്ട് സഡനായി മൈൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഷിക്കമാരു ബൊറൂട്ടോയെ കോൺടാക്ട് ചെയ്യുകയും, നിനക്ക് കേൾക്കാമോ ബൊറൂട്ടോ, നമ്മൾ നേരത്തെ പോലെ ഇനോയുടെ സഹായത്തോടെ ഒരു പ്രൈവറ്റ് ആയ കോൺവെർസേഷനിലാണ്. ഇവിടെ ഇപ്പോൾ 2 എനിമീസ് ആണ് നമുക്കുള്ളത്. ആൻഡ് അവരെ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഡിവൈൻ ട്രീസ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ഇവർ വന്നത് നറൂട്ടോയെ തേടിയാണ്. എന്നാൽ ഇപ്പോൾ അവർ ഹിമാവാരിയുടെ പുറകെയാണെന്ന് പറയേ. അത് കേട്ട ബൊറൂട്ടോ ഹിമാവാരി ഒന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്ന് ഷിക്കമാരു, ഇതിൽ 9 ടീൽസിന്റെ ചക്രയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, നിനക്ക് വല്ലതും മനസ്സിലായെന്ന് ചോദിക്കും. ആൻഡ് അതിന് നറൂട്ടോ 9 ടീൽസ് ഒന്ന് ചോദിക്കും. അവിടെ ബൊറൂട്ടോയുടെ പുറകെ നോക്കിക്കഴിഞ്ഞാൽ സെൻസറി യൂണിറ്റ് കവാക്കിയാണ് ഇതെന്ന് പറഞ്ഞ് കവാക്കിയെ കാണിക്കും. ഇവിടെ കവാക്കി പറയും, ഉറപ്പാണ് ഇത് ബൊറൂട്ടോ ഇങ്ങോട്ട് ട്രെസ്പാസ് ചെയ്തിരിക്കുകയാണ്, പ്രോബബ്ലി അവന്റെ ചക്രാസ് നേച്ചറിനെ എറേസ് ചെയ്തിരിക്കാം. ഇവിടെ ഗ്രേറ്റ് ഗേറ്റിനരികിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ജൊനിൻസിന്റെ പക്കലാണുള്ളതെന്ന് പറയും. അപ്പോൾ അത് കേട്ട ബൊറൂട്ടോ ജസ്റ്റ് ഒന്ന് കവാക്കി നോക്കി കവാക്കി അവനോട് ചോദിക്കും, എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്, ആൻഡ് ആ ക്രീപ്പി ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം നിന്റെ ഫ്രണ്ട്സ് ആണോ എന്ന്. അപ്പോൾ അതിനൊന്ന് ബൊറൂട്ടോ സൈലന്റ് ആയി ഷിക്കമാറിനോട്, ലോഡേറ്റ് എനിക്ക് കുറച്ച് സമയം വേണം, കവാക്കിനെ കണ്ടുപിടിച്ചെന്ന് പറയേ. ഷിക്കമാര് വന്ന് എന്തെന്ന് ചോദിക്കും. ഇവിടെ ബൊറൂട്ടോയുടെ മുന്നിലേക്ക് വന്ന കവാക്കിയെ കണ്ട് ബൊറൂട്ടോ കവാക്കിയോട് ചോദിക്കും, കൊനഹ എനിമിയാൽ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ നിനക്ക് എന്താണ് ഇവിടെ ജോലി എന്ന്. ആൻഡ് അതിന് കവാക്കി, നീ എന്താ വല്ലതും വിഡ്ഢിയാണോ, കൊനഹയുടെ യഥാർത്ഥ എനിമി എന്നത് നീയാണ് ബൊറൂട്ടോ എന്ന് പറയും. അപ്പോൾ അതിന് ബൊറൂട്ടോ, നീ ഒന്ന് മതിയാക്ക്, ഇപ്പോൾ അവരെ തടയുക എന്നതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റി, നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാമെന്ന് കവാക്കിയോട് പറയേ. കവാക്കി ആണെങ്കിൽ എന്താ നീ എന്നെ കളിയാക്കുവാണെന്ന് ചോദിച്ച് കോക്കുഗൻ ആക്ടിവേറ്റ് ചെയ്ത് ബൊറൂട്ടോയ്ക്ക് നേരെ ബ്ലാക്ക് റൂട്ട്സിനെ വിടുമ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം ഈസിലായി രക്ഷപ്പെട്ടുകൊണ്ട് കവാക്കിയുടെ മുന്നിലേക്ക് നടന്നു വരും. അപ്പോൾ അത് കണ്ടതും കവാക്കി വീണ്ടും ബ്ലാക്ക് റൂട്ട്സിനെ വിട്ട് തന്റെ കൈയെ മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ബൊറൂട്ടോ ഈസിലി രക്ഷപ്പെട്ടുകൊണ്ട് കവാക്കി ഇടിച്ച് തെറിപ്പിക്കും. അപ്പോൾ അത് കണ്ടില്ല അങ്ങനെ അങ്ങ് ഷോക്കാകെ ബൊറൂട്ടോ കവാക്കിയോട് ചോദിക്കും, നീ ഇത്രയും നാളുമായിട്ട് എന്താ ട്രെയിനിങ് ഒന്നും ചെയ്തില്ലേ എന്ന്. ആൻഡ് അത് കേട്ടതും ഡെൽറ്റ, നീ എന്തോരമാണ് ട്രെയിൻ ചെയ്തതെന്ന് ചോദിക്കും. ഇവിടെ ഒന്ന് കവാക്കി തന്റെ കർമ്മയെ ആക്ടിവേറ്റ് ചെയ്ത് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. സഡനായി ബൊറൂട്ടോയുടെ കർമ്മയും ആക്ടിവേറ്റ് ആകും. അന്നേരം ഇത് കണ്ട ബൊറൂട്ടോയുടെ കോളത്തിലുണ്ടായിരുന്ന ചെറിയ ടോട് വന്ന്, ഇത് തെറ്റാണല്ലോ, 2 കർമ്മയും റെസൊണേറ്റ് ആകുവാണല്ലോ എന്ന് പറയേ. ബൊറൂട്ടോ ആണെങ്കിൽ കർമ്മയെ കൺട്രോൾ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ കാണിക്കും. നേരം ഇത് വന്ന് കവാക്കി നോട്ടീസ് ചെയ്യും. ഇവിടെ ടോട് പറയും, ബൊറൂട്ടോ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് പോകണം, നീയും അവനും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കൺട്രോൾ നഷ്ടപ്പെടുമെന്ന് പറയേ. അത് കേട്ട് ബൊറൂട്ടോ സഡനായി അവിടുന്ന് പറഞ്ഞു പോകും. ആൻഡ് ഇത് കണ്ട ഡെൽറ്റ എന്താണെന്ന് ചോദിക്കേ. കവാക്കി ഒന്ന് തന്റെ കർമ്മയെ നോക്കിക്കൊണ്ട് അവനവന്റെ കർമ്മയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ചിന്തിക്കും. എന്നിട്ട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ടീം 10 ഹിമാവാരിയുടെ പക്കലേക്ക് വരുമ്പോൾ തന്റെ സൂപ്പർ ബീസ്റ്റിനെ യൂസ് ചെയ്ത് ഈനോജിൻ ഹിമാവാരി മുകളിലേക്ക് കൊണ്ടുപോകുകയും ജൂരയാണെങ്കിൽ മുകളിൽ അവരെ നോക്കും. അന്നേരം വന്ന് സഡനായി കീഴെ നിൽക്കുന്ന ഷിക്കടായി തന്റെ ഷാഡോ ടെക്നിക്കിനെ യൂസ് ചെയ്യുന്നുണ്ട്. കെയർലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നീ ഞങ്ങളുമായിട്ടാണ് ഏറ്റുമുട്ടുന്നതെന്ന് പറയും. ആൻഡ് അതിനൊന്ന് ജൂറ, ഹോ അങ്ങനെയാണോ, അത് വളരെ മോശമായി പോയല്ലോ എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ തന്നെ TLD ബീസ്റ്റ് ബോബിനെ ക്രിയേറ്റ്. ആൻഡ് അതുകൊണ്ട് ഷിക്കടായി, ഹോ എന്റെ കഥ കഴിയാൻ പോകുവാണെന്ന് ചിന്തിക്കുക. ചോച്ചോ ഒന്ന് സഡനായി ജൂരയെ തട്ടിവിട്ടുകൊണ്ട് ഷിക്കടായോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയും. എന്നാൽ അന്നേരം ഒന്നും ഇവിടെ ഈ ഒരു TLD ബീസ്റ്റ് ബോംബ് ഓൾറെഡി തന്നെ അൺലീഷ് ചെയ്തുകൊണ്ട് അവിടെ വന്ന് വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കും. അന്നേരം മറുവശത്ത് ഇത് കണ്ട സാറുടെ സുമീറെ അവിടെയാണ് ഇത് വരൂ പെട്ടെന്ന് പോകാമെന്ന് പറയുമ്പോൾ ഹിമാവാരിന്റെ എല്ലാവർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് സാറുടെ മനസ്സിൽ ചിന്തിക്കും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തിരികെ എക്സ്പ്ലോഷൻ സംഭവിച്ച സ്ഥലത്തേക്ക് വരുമ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഷിക്കടായി ഈനോജിൻ എനിക്കും ചോദിക്കും ഒരു കൈ സഹായം വേണമെന്ന് പറയും. അപ്പോൾ അത് കേട്ട ഈനോജിൻ ഹിമാവാരി മുറുകെ പിടിച്ചോളെന്ന് പറഞ്ഞ് തന്റെ സൂപ്പർ ബീസ്റ്റിനെ യൂസ് ചെയ്ത് ചോച്ചോയും ഷിക്കടായി അങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് മുകളിലേക്ക് പറന്നു പോകെ ജൂറ വന്ന് ഇത് കാണും. ഇവിടെ ഹിഡാരി വന്ന് ജൂറയോട് അവർ രക്ഷപ്പെട്ടു പോകുവാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കും. ആൻഡ് അതിന് ജൂറ നമ്മുടെ ടാർഗറ്റ് എന്നത് ഹിമാവാരി യൂസുമാക്കിയാണ്, അത് വന്ന് എല്ലാവർക്കും അറിയാം, അവർ ജസ്റ്റ് അവളെ നമ്മുടെ കയ്യിലേക്ക് തപ്പാൻ മതിയായിരുന്നു, എന്നാൽ അവർ അങ്ങനെ ചെയ്യാതെ മരണത്തെയാണ് വരവേൽക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയും. ആൻഡ് അത് കേട്ടതും ഹിഡാരി അവർ വിഡ്ഢികളാണ്, അവർ കാണുന്ന പോലെ അത്രയും വിവരമുള്ളവരല്ലെന്ന് പറയും. അത് അങ്ങനെയല്ല, ഇവിടെ വന്ന് എന്തോന്ന് അവരുടെ സർവൈവൽ എന്ന ഇൻസ്റ്റിങ്റ്റിനെ പോലും മറികടന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ആ ഒരു കാര്യം വന്നാണ് നമുക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയും. ഈ ഒരു സീനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ടീം 10 ഹിമാവാരിയുടെ പക്കലേക്ക് വരുമ്പോൾ ഷിക്കടായി ഹിമാവാരിയോട് പറയും, ഹിമാവാരി നമ്മുടെ പക്കൽ ഉള്ളിടത്തോളം വരെ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് അടുത്ത എന്തെങ്കിലും ചെയ്യാമെന്ന് പറയേ. ഇത് കേട്ട ചോച്ചോ എന്നിരുന്നാലും നമ്മളിപ്പോ ഇവിടെ വില്ലേജിൽ നിന്നും പറന്നു പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കും. അതിന് ഷിക്കടായി അതൊരു നല്ല ചിന്തയാണ്, അടുത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ചോദിക്കേ. ഹിമാവാരി വന്ന് ഈനോജിനോട് എന്നെ എവിടെയെങ്കിലും തനിയെ ഒന്ന് ഇറക്കി വിടാമെന്ന് ചോദിക്കും. ആൻഡ് അതിന് ഷിക്കടായി ഹിമാവാരി ഒന്ന് നോക്കേ. ഹിമാവാരി വന്ന് ഞാൻ തന്നെ രക്ഷപ്പെട്ടോളാം എന്ന് പറയും. അത് കേട്ടത് ഈനോജി നിൽക്ക് നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കും. ആൻഡ് അതുപോലെ ഷിക്കടായും എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നിന്നെ തനിച്ചാക്കാൻ പോകുന്നില്ല, അത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയും. അപ്പോൾ അതിലൊന്ന് ഹിമാവാരി നിങ്ങളെ കൊണ്ട് അവരെ തടയാൻ സാധിക്കില്ല, അവർ വളരെയധികം സ്ട്രോങ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞ് ബാക്കിയുള്ള വാക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ സഡനായി ഹിമാവാരി എങ്ങോട്ടേക്ക് എത്തുന്ന പോലെ കാണിക്കുകയും അതുകൊണ്ട് ഹിമാവാരി എന്താണിതെന്ന് ചിന്തിക്കുകയും ഇവിടെ ഷിക്കടായി ഹേ ഹലോ ഹിമാവാരി എന്ന് പറയും. അപ്പോൾ അതിലൊന്ന് ഹിമാവാരി ആ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് എവിടെയാണ് ഇത്
ചോദിക്കുമ്പോൾ പറയും ഹിമാവാരിയുടെ പിന്നിലെ ഒരു ചെറിയ 90s നല്ല കാര്യമായി പോയ ആ നശിച്ച ടെൻഡിൽസ് എന്നെ തേടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. ആൻഡ് അപ്പോൾ അത് കേട്ട ഹിമാവാരി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ബേബി 90s എന്ന് ഹിമാവാരിയോട് ചോദിക്കും, ഹേയ് കൊച്ചുപെണ്ണെ നിനക്ക് എന്നെ അറിയാമോന്ന്. ആൻഡ് അതിനൊന്ന് ഹിമാവാരി നിങ്ങൾ 90s അല്ലെന്ന് ചോദിക്കുന്നതിലൂടെയാണ് ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാപ്റ്റർ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ഒരു അതുപോലെ നിങ്ങളിപ്പോൾ തന്നെ ആനിമേറ്റ് മാംഗയെല്ലാം കാണുന്ന ചങ്കുകൾക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർ.